ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും രേവതിയുടെ കാലൊടിയാൻ നോക്കിയിരുന്നു ജീവനും കൊണ്ട് ഓടാൻ ചന്ദ്രമതി തീർത്ഥാടനത്തിന് പോയിരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മളെ സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ രേവതി ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുവാണ് സോഫയിൽ. അപ്പോൾ അമ്മ, ഞാൻ വിചാരിച്ചതുപോലെ അല്ല കേട്ടോ എന്ന് രേവതി പറയുക. ആരുടെ അമ്മയെക്കുറിച്ച് നീ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ അമ്മയെക്കുറിച്ച് തന്നെയാണ് സച്ചേട്ടാ ഞാൻ പറഞ്ഞേ. അമ്മയ്ക്ക് നമ്മൾ രണ്ടുപേരെയും കണ്ണെടുത്താൽ കണ്ടുവിടാം. എന്നിട്ടും നമുക്കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ അമ്മ ക്ഷേത്രത്തിലേക്കൊക്കെ തീർത്ഥയാത്ര പോയതെന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചി ഒരൊറ്റ ചിരി. അപ്പം ചിരിക്കണ്ടെന്ന് പറഞ്ഞു. അമ്മയുടെ ഉള്ളിലുള്ള സ്നേഹം ഇപ്പോഴാണ് പുറത്തേക്ക് വന്നത്. പിന്നെ എൻ്റെ കാലൊടിഞ്ഞത് അതിനൊരു നിമിത്തമായി എന്നൊക്കെ രേവതി പറയുമ്പം എന്ന് പറഞ്ഞിട്ട് സച്ചി. അപ്പോൾ ഇന്നലെ സച്ചേട്ടൻ പറഞ്ഞതുപോലെ അമ്മയുടെ സ്നേഹം എന്ന ഭാഗ്യം നമുക്ക് കിട്ടാൻ വേണ്ടിയാകും ദൈവം ഇങ്ങനൊരു ആക്സിഡൻ്റ് ഒക്കെ നടത്തിയതല്ലേ എന്ന് ചോദിക്കുമ്പം ഉവ്വ അമ്മ നന്നാവാൻ വേണ്ടി ദേവി നിന്റെ കാല് തല്ലി ഒടിച്ചു എന്നാണോ നീ വിചാരിക്കുന്നതെന്ന് സച്ചി അന്നേരം രേവതിയോട് ചോദിച്ചു. എടി, നിനക്ക് വയ്യാതായത് കണ്ടേ അമ്മ മനഃപൂർവ്വം മുങ്ങിയത്, അത് നിനക്ക് മനസ്സിലായില്ലേ? മുങ്ങാനോ? അല്ലാണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടേ പോയതൊന്നുമല്ല. ഇവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോൾ സച്ചേട്ടൻ വെറുതെ ഇല്ലാത്തതൊന്നും പറയരുതെന്ന് പറഞ്ഞു. ഇതില്ലാത്തതൊന്നുമല്ല, ഉള്ളതാണ് ഞാൻ പറയുന്നതെന്ന് സച്ചി അന്നേരം പറയുവാണ്. ഈ വീട്ടിലെ ജോലികളെല്ലാം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ആരാ? നീയല്ലേ? ശ്രുതി മേലനങ്ങി ഒരു ജോലി പോലും ചെയ്യുമായിരുന്നില്ല. പിന്നെ ചെയ്യാനായിട്ട് അമ്മ സമ്മതിക്കത്തുമില്ല. അവർ വലിയ ബിസിനസ്സുകാരല്ലേ. വർഷയ്ക്ക് ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിലും ആ പാവത്തിന് ഒരു വീട്ടിൽ ചെയ്യേണ്ട ജോലികളെ പറ്റി ഒന്നും അറിയത്തുമില്ല. ജോലിയൊന്നും ചെയ്ത് ശീലമുള്ള കുട്ടിയല്ലല്ലോ എന്നൊക്കെ സച്ചി പറയും. ആ ഒരു സ്ഥിതിക്ക് അമ്മ ഇവിടെ നിൽക്കുകയാണെങ്കിലേ നീ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം അമ്മയുടെ തലയിലാകുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അമ്മ ജീവനും കൊണ്ട് ഓടിപ്പോയതാ. അല്ലാണ്ട് നിന്റെ കാലൊടിഞ്ഞതോടുകൂടി അമ്മയ്ക്ക് മനമാറ്റം വന്നതൊന്നും അല്ല. അമ്മയെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നതല്ലേ രേവതി. ഒരു കാലത്തും അമ്മയുടെ മനസ്സ് മാറുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും പറഞ്ഞു. അണ്ണാ മൂത്താലുവേ മരം കയറ്റമൊന്നും മറക്കാറില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് രേവതി. ഞാൻ ഈ പറഞ്ഞത് മാത്രമാണ് ശരി, അതിനകത്ത് വേറെ ഒരു ശരികേടും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു സച്ചിയെ. അപ്പോൾ രേവതിക്ക് സങ്കടമായി. അല്ല, നിനക്കെന്താ പെട്ടെന്നൊരു ടെൻഷൻ പോലെ വന്ന്? എന്തു പറ്റി? എന്നാ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതൊന്നും അല്ലല്ലോ. അതൊന്നും അല്ല സച്ചേട്ടാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി ആര് നോക്കുമെന്ന് രേവതി അന്നേരം ചോദിച്ചു. നമ്മളെ സച്ചി അന്നേരം തലയാട്ടും കേട്ടോ. ശ്രുതിയുടെയും വർഷയുടെയും കാര്യത്തിൽ സച്ചേട്ടൻ പറഞ്ഞത് സത്യ. ഒരാൾ മേലനങ്ങി ജോലി ചെയ്യില്ല, മറ്റേ ആൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് അച്ഛനും സച്ചേട്ടനുമാണ് കഷ്ടപ്പെടാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നു രേവതി, നീ ഇവിടെ ഫുൾ ടൈം ടെൻഷൻ അടിക്കാൻ ഒരു കാരണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അതൊന്നും അല്ല സച്ചേട്ടാ ഞാൻ പറഞ്ഞത്. എനിക്കിതൊക്കെ ആലോചിക്കാതെ പറ്റുമോ? ഒന്നും നീ ആയിട്ട് പറയണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുറ പോലെ തന്നെ നടന്നോളും. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കൂടുതൽ ടെൻഷൻ അടിക്കാൻ നീ വിശ്രമിക്കുന്നുണ്ടോ? നിന്റെ വയ്യാഴിക മാറുക എന്നുള്ളതല്ലേ നമുക്ക് പ്രധാനമെന്ന് ചോദിച്ചു. അങ്ങനെ അതും പറഞ്ഞ് ഞാനേ നിനക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുതരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പോൾ സച്ചി അങ്ങ് പോയി. രേവതി അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞപ്പോൾ സച്ചി അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട സച്ചി ഞെട്ടി. കാരണം ആ വീട്ടിലുള്ള പാത്രങ്ങൾ മുഴുവനും ആ അടുക്കളയിൽ നിരത്തിയിട്ടേക്കാണ്. എന്നിട്ട് സച്ചി ഇതെല്ലാം കണ്ടിങ്ങനെ കലി കയറി അവിടെ നിന്ന് ആ പാത്രങ്ങൾ മുഴുവൻ കഴുകുക. അപ്പോൾ മകൻ പാത്രം കഴുകുന്നത് കണ്ട് സഹിക്കാതെ അച്ഛൻ അടുക്കളയിലേക്ക് വന്നിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അവളൊന്ന് കിടന്നതോടെ നിനക്കൊരു ചൂടുവെള്ളം തരാൻ പോലും ആളില്ലാണ്ടായല്ലേടാ എന്ന് അച്ഛൻ മോനോട് ചോദിക്കാം. അപ്പോൾ എനിക്കതൊന്നും പുതിയ കാര്യമല്ലല്ലോ അച്ഛാ. രേവതി വരുന്നതിന് മുൻപും എനിക്കാരും ഒന്നും ചെയ്തു തന്നിരുന്നില്ലല്ലോ എന്ന് സച്ചി അച്ഛനോട് പറഞ്ഞു. പിന്നെ ഇപ്പം അടുപ്പത്ത് വെള്ളം വെച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല അച്ഛാ, രേവതിക്ക് വേണ്ടിയിട്ടാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു. ഇത് കേട്ട് രവിയേട്ടന് സങ്കടം വന്നു. 2 നേരമുള്ള കുളി അത് അവൾക്ക് നിർബന്ധമാണെന്നും വയ്യാത്തത് കൊണ്ട് അത് പറ്റില്ലല്ലോ എന്നും സച്ചി ഇങ്ങനെ പറയുക. അതുകൊണ്ട് ഒരിത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി കൈയും കാലും ദേഹവും ഒക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് കരുതിയെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലുള്ള പെണ്ണുങ്ങളാ ഇത്തരം സന്ദർഭങ്ങളിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുമ്പോൾ ഇതിനെന്നല്ല, ഒന്നിനും ആണിന് ചെയ്യാൻ പറ്റുന്നത് പെണ്ണിന് ചെയ്യാൻ പറ്റുന്നത് എന്ന് വേർതിരിവൊന്നും ഇല്ല അച്ഛാ. പിന്നെ എൻ്റെ ഭാര്യയ്ക്കൊരു അസുഖം വന്നാൽ ഞാൻ തന്നെയല്ലേ അച്ഛാ അതൊക്കെ നോക്കേണ്ടത്. ഞാൻ തന്നെ നോക്കുന്നതാ എൻ്റെ സന്തോഷവും പറഞ്ഞു. അപ്പോൾ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ സമയത്ത് ചന്ദ്ര ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെ അച്ഛൻ പറയുകയാണ്. ഭാമയ്ക്കും സംഘത്തിനും ഒപ്പം അവൾ പോയത് തീർത്ഥാടന ഭക്തി കൊണ്ടൊന്നുമല്ല. രേവതി മോൾക്ക് വയ്യായതായതോടെ വീട്ടുജോലി മുഴുവൻ അവളുടെ തലയിലാവുന്നേ അവൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാം. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് അവൾ മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണെന്ന് ആരും ഉറപ്പാ. ഇവിടെ നിന്നാലേ രേവതിയെ നോക്കേണ്ടി വരില്ലേ അവൾക്കെന്നൊക്കെ ചോദിച്ചു.
അതിനുവേണ്ടി അവൾ മുങ്ങിയതാണെന്ന് അച്ഛൻ പറഞ്ഞു. ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വയ്യാഴിക ഉണ്ടായാലും അവർ എഴുന്നേറ്റ് നടക്കുന്നത് വരെ രേവതി മോൾ അവർക്കൊപ്പം ഉണ്ടാവില്ലേ, വേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യാറില്ലേ. ഇപ്പോൾ ഈ ഒരവസ്ഥ ചന്ദ്രയ്ക്കാണെങ്കിലോ രേവതി മോള് കൂടെ ഉണ്ടാകുമായിരുന്നില്ലേ എന്നൊക്കെ അച്ഛൻ ചോദിക്കുക. എന്നിട്ട് അവളൊന്ന് കിടന്നു പോയപ്പോൾ അവളെ നോക്കാൻ ആരും ഇല്ലാണ്ടായി. അപ്പം ഇല്ലാതായെന്ന് ആരാ അച്ഛാ പറഞ്ഞേ? അവൾക്ക് നമ്മളൊക്കെ ഇല്ലേ, അത് മതി അച്ഛാ, നമുക്ക് അത് പോരേന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അച്ഛനും മോനും കൂടെ സംസാരിക്കുന്നു. കാല് ശരിയാകാൻ 6 ആഴ്ച എടുക്കുമെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ഇക്കാര്യത്തിൽ മനോബലമാണ് പ്രധാനമെന്നും അതിന് മുന്നേ ഞാൻ അവളെ റിക്കവർ ചെയ്ത് കൊണ്ടുവരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ആക്സിഡൻറ്റ് കരുതിക്കുട്ടി ആരോ നടത്തിയതാണെന്ന സംശയം എനിക്കുണ്ട് അച്ഛാ. ഇത് സ്വാഭാവികമായി ഒന്നുമല്ല. ഞാൻ പറഞ്ഞപ്പോൾ രേവതിയും അതേ സംശയം എന്നോട് പറഞ്ഞു. അപ്പോൾ രേവതിയും കൂടി ഇത് പറഞ്ഞെന്ന് കേട്ടപ്പം സച്ചിനും ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കേണ്ട. വേറെ ആരാ രേവതിയെ ഇങ്ങനെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ? അവൾക്ക് ശത്രുക്കളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവൾക്ക് ശത്രുക്കളില്ലെങ്കിലും എനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ അച്ഛാ. ആ വഴിക്ക് വല്ലതും വന്നതാണെങ്കിലോ എന്ന് സച്ചി ചോദിക്കും അച്ഛനോട്. അവളെ തൊട്ടാൽ എനിക്ക് നോവുമെന്ന് എൻ്റെ ശത്രുക്കൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യവും സച്ചി ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് നടന്നതെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ സച്ചി പറയുമ്പോൾ, എടാ ആരും കരുതിക്കൂട്ടി ചെയ്തതൊന്നും ആയിരിക്കത്തില്ല, നീ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കണ്ട, വെറുതെ ആവശ്യമില്ലാത്ത കഥകളും തന്നെ നീ അതിൻ്റെ പിന്നാലെ പോയിട്ട് ആപത്തിലൊന്നും ചെന്ന് ചാടിയേക്കരുതെന്ന് പറഞ്ഞു. വിവേകമില്ലാണ്ട് പെരുമാറി നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി വെക്കരുത്, അത് രേവതിക്ക് പിന്നെയും വിഷമാവും എന്ന് കരുതി വിട്ടു കൊടുക്കാൻ പറ്റുമോ അച്ഛാ? രേവതിയെ ഇല്ലാണ്ടാക്കാനാണ് അവർ ശ്രമിച്ചതെങ്കിലോ? അപ്പോൾ പിന്നെ എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ അച്ഛനുമായിട്ട് സച്ചി സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ ഒരു കേസ് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഇനി അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് പോലീസുകാർ കണ്ടുപിടിച്ചോളുമല്ലോ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, നീ ആയിട്ട് ഇനി അന്വേഷിക്കാനൊന്നും പോവണ്ട, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊന്നും പോയി ചാടിയേക്കരുത് കേട്ടോ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ മോനോട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞതെന്താന്ന് മോന് മനസ്സിലായോ എന്നും അച്ഛൻ ഇങ്ങനെ സച്ചിയോട് ചോദിക്കുമ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു. എന്ത് മനസ്സിലായെന്നാണ് നീ പറയുന്നത്? നിനക്ക് എന്താ മനസ്സിലായത്? അപ്പം എൻ്റെ സംശയം അച്ഛനോട് പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് എനിക്ക് മനസ്സിലായെന്ന് സച്ചി പറയുന്നു. അപ്പം ഞാൻ പറയാനുള്ളത് പറഞ്ഞു. രേവതി മോൾക്ക് വിഷമം ഉണ്ടാക്കുന്നതൊന്നും നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല, അതാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. സച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് മുറിയിൽ ചെന്ന് രേവതിയുടെ കൈയും കാലും മുഖം ഒക്കെ തുടച്ചു കൊടുക്കുക ചെറു ചൂടുവെള്ളത്തിൽ സച്ചി. അപ്പോൾ എന്താ അല്ലേ സച്ചേട്ടാ, സച്ചേട്ടൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരാനൊരു അല്ലേ സച്ചേട്ടാ? ആക്സിഡൻറ്റ് പറ്റി നിന്റെ കാലൊടിഞ്ഞപ്പോഴേ ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അപ്പം ഞാനും എങ്ങനെയെങ്കിലും എൻ്റെ കാലിൻ്റെ എല്ലാം ഒടിച്ച് കിടന്നാലോ എന്ന് സച്ചി അന്നേരം ചോദിച്ചു. അപ്പോൾ നിന്റെ സ്നേഹം എനിക്ക് കൂടുതലായിട്ട് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ എൻ്റെ കാലൊന്ന് ശരിയായിട്ട് മതി കേട്ടോ, അല്ലെങ്കിലേ നമ്മൾ 2 പേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും കേട്ടോ, അച്ഛന് ജോലിയാകുമെന്ന് രേവതി സച്ചിയോട് പറയാം. അങ്ങനെ നിന്റെ കാല് ശരിയാകുന്നത് വരെ നിന്റെ കൂടെ ഞാനിവിടെ തന്നെ കാണുമെന്ന് സച്ചി അന്നേരം പറഞ്ഞു. അതൊന്നും വേണ്ട, ദിവസവും ജോലിക്ക് പോകണം, പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മുറിയുടെ പണിയൊക്കെ തീർക്കേണ്ട സച്ചിയേട്ടാ, അതൊക്കെ സച്ചിയുടെ മറന്നുപോയോ? അതൊക്കെ നടന്നോളൂ എൻ്റെ രേവതി. അല്ല നിൻ്റെ ഒരവസ്ഥ അച്ഛമ്മയെ വിളിച്ച് പറയണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അത് പറയണ്ട, അച്ഛമ്മയ്ക്ക് അത് വിഷമാവുമെന്ന് പറഞ്ഞു. അത് ശരിയാ, പറയണ്ട അല്ലേ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ, അല്ല നിൻ്റെ അമ്മ ഇതുവല്ല അറിയിച്ചായിരുന്നോ? അപ്പം ഇല്ല, ഞാൻ വിളിക്കാനിരിക്കുകയാണെന്നും ഇത് കഴിഞ്ഞ് സച്ചേട്ടാന്ന് ചോദിച്ചു. കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞതാ, നീ വിളിച്ചോ, എന്നാൽ എൻ്റെ ഫോണൊന്ന് എടുത്ത് തരുമോ? തരാമല്ലോ. സച്ചി ഫോൺ എടുത്ത് കൊടുത്തു. രേവതി അമ്മയുടെ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ അമ്മയ്ക്ക് രേവതിയുടെ കോൾ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അമ്മ ഓടി വന്ന് കോൾ എടുത്തു. രേവതി മോളാന്നും പറഞ്ഞു ഫോൺ എടുത്ത് ലൗഡ് സ്പീക്കറിൽ ഇട്ടു. അപ്പോൾ ദേവു അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഹലോ മോളെ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അപ്പോഴാണ് നീ ഇങ്ങോട്ട് കൃത്യമായിട്ട് വിളിച്ചതെന്ന് പറയുക. അമ്മ എന്നും ഇങ്ങനെ തന്നെയാണ് എന്നോട് പറയാറ്. ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇപ്പം അങ്ങോട്ട് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോളെ, എന്താ കാര്യമെന്ന് ചോദിച്ചു. അവിടെ വല്ല ഫംഗ്ഷനോ മറ്റോ നടത്തുന്നുണ്ടോ, ഞങ്ങൾ വരണോ എന്ന് ദേവ് ചോദിക്കുമ്പോൾ ഉവ്വ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി, ഫംഗ്ഷനൊന്നും ഇല്ല, പിന്നെ ഞാൻ പറയുന്നത് കേട്ട പാതി കേൾക്കാത്ത പാതി 2 പേരും ഇങ്ങോട്ട് ഓടി വരുമെന്ന് വേണ്ട കേട്ടോ എന്ന് രേവതി പറഞ്ഞു. അപ്പം കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് ദേവു ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞ് നമ്മുടെ സച്ചി നിൽക്കുക. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അമ്മേ, ഇന്നലെ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴേക്കും ദേവു അമ്മയും ഞെട്ടി. അയ്യോ അപ്പോൾ ഒരു കാറ് രേവതിയുടെ സ്കൂട്ടറിൽ ഇടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ മോളെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചാടി അങ്ങ് എഴുന്നേറ്റു കേട്ടോ.
എന്തെങ്കിലും പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചു രേവതി. അപ്പം തീരാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം എന്ന് കരുതിയാൽ മതിയെന്നും കാലിലെ എല്ലിനെ ചെറിയൊരു പൊട്ടലുണ്ടെന്നും രേവതി പറയാം. അപ്പം അത് കേട്ടപ്പോഴത്തേക്കും ദേവും അമ്മയും ആകെ പേടിച്ചു പോയി. ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നുവെന്നും ഇപ്പോൾ നടക്കാനായിട്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ശരിയാകണമെങ്കിൽ ഒരു 6 ആഴ്ച വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും പറഞ്ഞു. അപ്പോൾ കഷ്ടകാലം എന്നല്ലാതെ ഇതിന് എന്താ മോളെ പറയാന്നൊക്കെ രേവതിയോട് ചോദിക്കാമോ. ഇതെന്താ നീ നേരത്തെ വിളിച്ച് പറയാതിരുന്നേ, ഞാൻ ആശുപത്രിയിൽ വരുമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പറയാതിരുന്നതാണെന്ന് പറഞ്ഞു രേവതി. ഞാനും ദേവും ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാം, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അമ്മ ഇപ്പോഴോ, രാത്രി ഒന്നും അമ്മ ഇങ്ങ് വരണ്ട, അമ്മ നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നാളെയേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം, എൻ്റെ അമ്മ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുക, കുറേ ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുള്ളൂ എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ദേവും അമ്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ എന്നെ നോക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയേ തന്ത്രപൂർവ്വം മുങ്ങിയതാണെന്നും പറയുന്നുണ്ടെന്ന് രേവതി പറഞ്ഞു. അപ്പം ആരും നിന്നെ നോക്കണ്ട, ഞാൻ നിന്നെ നോക്കിക്കോളാമെന്ന് ലക്ഷ്മിയമ്മ അന്നേരം പറഞ്ഞു. അന്നേരം എൻ്റെ അമ്മയെ എന്നെ നോക്കാൻ ഇവിടെ ഒരാളുണ്ട്, ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞേ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ എപ്പോഴും ഇരിക്കുകയാണെന്നൊക്കെ സച്ചിയെ പറ്റി രേവതി അമ്മയോട് പറയുന്നു. പിന്നെ ഈ 6 ആഴ്ചക്കാലം എൻ്റെ സച്ചേട്ടൻ്റെ കയ്യിലും ഒക്കത്തും ചുമലും ഒക്കെ ആയിരിക്കും ഞാനെന്നും രേവതി പറയുവാണ് കേട്ടോ. അപ്പോൾ ഒരു കണക്കിന് കാലൊടിഞ്ഞത് നന്നായെന്ന് അമ്മ ഇവള് പറയുന്നതെന്ന് രേവതി പറയുന്നത് കേട്ട് സച്ചി പറഞ്ഞു. അപ്പോൾ കൊള്ളാലോ ചേച്ചി എന്ന് ദേവു. അന്നേരം മോള് നീ മരുന്നും അതുപോലെ ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കണേ, അമ്മ നാളെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അമ്മ ഇവിടെ നിന്ന് കരയുക. നമ്മൾ വിഷമിക്കണ്ടെന്ന് കരുതി അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതാ മോളെ, അവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പരിക്ക് സീരിയസ് ആയിട്ടുള്ളതാണെങ്കിൽ ചേച്ചിയെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യില്ലല്ലോ അമ്മയെന്ന് ദേവു അന്നേരം പറഞ്ഞു. 6 ആഴ്ച കഴിഞ്ഞാൽ ശരിയാകുമെന്നല്ലേ പറഞ്ഞിരിക്കണത്, അമ്മ വിഷമിക്കാതിരിക്കുക, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ദേവു അമ്മയെ സമാധാനിപ്പിക്കുക. ദൈവമേ എൻ്റെ മോള്. അപ്പോഴേക്കും ഇനി അമ്മ ഇനി എന്താണോ ആദ്യം തീന്ന് അവിടെ ഇരിക്കുക, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു രേവതി അന്നേരം ഇവിടെ ഇരിക്കുക. ഇപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതിയും കൂടെ അവിടെ ഹോളിൽ കിടക്കും. അപ്പോൾ കാറ്റില്ല, തീരെ കാറ്റില്ല ഫാനിന്. എന്നിട്ട് വിശറിയൊക്കെ എടുത്ത് വീശിക്കൊണ്ടിരിക്കുക. ഇതിന് തീരെ കാറ്റില്ല, നമ്മൾ ഇവിടെ കിടക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വിളിച്ചു വരുത്തി ഫാൻ റിപ്പയർ ചെയ്യിക്കായിരുന്നു എന്ന് പറഞ്ഞു. എന്നെ കൊത്തിക്കൊണ്ട് പറക്കാൻ കൊതുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ പായിൽ മൂട്ട വിടുന്നുമില്ല എന്ന് ശ്രുതി. അപ്പോൾ രേവതി കിടന്നു പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കട്ടിൽ തന്നെ കിടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് ശ്രുതി. ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്ത് ഇല്ല എന്ന് കേട്ടിട്ടില്ല, അതേ അവസ്ഥയാണ് നമ്മുടെ. എന്ത് പ്രശ്നം വന്നാലും ഒടുവിലെല്ലാം കൂടി എൻ്റെ തലയിലേക്ക് വരുമെന്ന് ശ്രുതി. ശ്രുതിയുടെ മാത്രമൊന്നുമല്ല, എൻ്റെ അനുഭവം അത് തന്നെയാണെന്ന് ശ്രുതി. മുൻപ് സച്ചിയും രേവതിയും റൂം ഒഴിഞ്ഞ് തന്നപ്പോൾ ഒന്ന് ആശ്വാസം ആയതായിരുന്നു. വീണ്ടും ഇങ്ങനെ പുറത്താകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ പറഞ്ഞു ശ്രുതി പറയണം. വാക്ക് വ്യത്യാസമാട്ടോ അവർ കാണിച്ചത്, എന്നാലും അച്ഛൻ അവരുടെ ഭാഗത്തല്ലേ നിന്നത്. എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ അവിടെ കിടക്കുക. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ബിസിനസ്സുകാരനല്ലേ, ഞാനിങ്ങനെ ഹോളിൽ കൊതുകടിയും കൊണ്ട് കിടക്കുന്നത് മോശമാണെന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ ശ്രുതി പറയുക. ഒരു ബിസിനസ്സുകാരന് ആദ്യം വേണ്ടത് നല്ല ഉറക്കുക, എന്നാലല്ലേ ശരിയായി ചിന്തിച്ച് നല്ല ബുദ്ധിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പം അത് ബുദ്ധിയുള്ള ബിസിനസ്സുകാർക്കല്ലേ എന്ന് ശ്രുതി അന്നേരം ചോദിച്ചു. പക്ഷേ ഞാൻ ശ്രുതിയെപ്പോലെ അല്ല കേട്ടോ, എൻ്റെ കാര്യത്തിൽ ഉറക്കം മസ്റ്റാ. മര്യാദയ്ക്കൊന്നും ഉറങ്ങാതെ കണ്ണും മുഖവും വേർത്ത് എൻ്റെ ഗ്ലാമർ മൊത്തം പോകുമെന്ന് ശ്രുതി പറയണം. ഗ്ലാമർ പോയവരുടെ ബ്യൂട്ടി പാർലറിൽ കസ്റ്റമേഴ്സ് കുറയുമെന്നും പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ അവിടെ കസ്റ്റമേഴ്സ് ഒന്ന് ക്യൂ നിൽക്കുമല്ലേ, ഒരു ബ്യൂട്ടി പാർലർ എന്നും പറഞ്ഞിട്ട് ശ്രുതിയെ കളിയാക്കുന്നു. അല്ല നീ ഇപ്പം എന്നെ ഒന്ന് കളിയാക്കി, ഞാൻ അതുപോലെ തന്നെ തിരിച്ച് നിന്നെയും കളിയാക്കി, അപ്പോൾ നമ്മളെ സമനിലയായി. ഇനി നമുക്ക് കിടന്നിറങ്ങാവേ എന്താ. എന്നാലും എന്തൊരവസ്ഥ, 6 ആഴ്ച വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തിന്? രേവതിയുടെ കാല് ശരിയാവാനേ. അവൾക്ക് ദോഷം വരാൻ പ്രാർത്ഥിക്കുന്നത് പോലും നമുക്ക് പാരയാണല്ലോ എൻ്റെ ഈശ്വര. അങ്ങനെയാണെങ്കിലേ അവൾക്ക് വേഗം ഭേദമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചാലോ. അപ്പം അതെന്തായാലും വേണ്ട, അവൾ നരകിക്കുന്നത് കാണാനേ എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണെന്ന് ശ്രുതി അന്നേരം ശ്രുതിയോട് പറയണം. അതെനിക്കിഷ്ടം. എന്തൊരു ചൂടാണോ എന്നും പറഞ്ഞ് 2 എണ്ണങ്ങളോട് കൊതുകടിയും ചൂടൊക്കെ ആയിട്ട് ഇങ്ങനെ പുതപ്പും പുതച്ച് ഇങ്ങനെ അവിടെ കിടക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ സച്ചി നല്ല ഉറക്കം. അപ്പോഴേക്കും രേവതിക്ക് രാത്രി എഴുന്നേൽക്കണം. രേവതി എഴുന്നേൽക്കാൻ നോക്കി, സച്ചി എഴുന്നേൽപ്പിക്കാതെ. അപ്പോഴേക്കും കാല് താങ്ങി ഭയങ്കര വേദന. അയ്യോ അമ്മയെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. എന്താ രേവതി നീ കാണിക്കുന്നേ, നിനക്ക് എഴുന്നേൽക്കണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നു ഒന്ന് സച്ചി അന്നേരം ചോദിക്കാം. അപ്പോൾ വെറുതെ സച്ചേട്ടൻ്റെ ഉറക്കം കളയണ്ടെന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു. പകൽ മുഴുവൻ ഒരുപാട് അലഞ്ഞതല്ലേന്ന് ചോദിക്കുമ്പം അതൊന്നും സാരമുള്ള കാര്യമല്ല, ഞാൻ വേദനയ്ക്കുള്ള മരുന്നെടുത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചി മരുന്നെടുത്ത് രേവതിക്ക് കൊടുത്തു. അതിനുശേഷം രേവതിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി വേഗം തന്നെ രേവതി എടുക്കാൻ നോക്കുക. ആ സമയത്ത് വേണ്ടെന്നേ
നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കാലയിലൊക്കെ പിടിച്ച് ഇങ്ങനെ കാലയിൽ തിരുമിയൊക്കെ ഇങ്ങനെ കൊടുത്ത് രേവതി ഇങ്ങനെ പൊന്നുപോലെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുക നമ്മുടെ സച്ചി, ആർക്കാണെങ്കിലും കൊതിയാകുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കായിട്ട് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.